നമസ്കാരം. കുവൈറ്റ് ജനത്തിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുവൈറ്റിലെ കണ്ണൂർ നിവാസികളുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പെർട്സ് അസോസിയേഷൻ തങ്ങളുടെ 20ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കണ്ണൂർ മഹോത്സവം എന്ന പേരിൽ നടന്ന ആഘോഷത്തിൽ 18ാമത് ഗോൾഡൻ ഫോക്ക് അവാർഡ് മാധ്യമപ്രവർത്തകയായ കുവൈറ്റിലെ മലയാളി സമൂഹത്തിൻ്റെ സംസ്കാര പാരമ്പര്യത്തെയും മാനുഷിക മൂല്യങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഫോക്കിൻ്റെ പ്രവർത്തനങ്ങളെയും സ്ഥാനപതി പ്രത്യേകം പ്രശംസിച്ചു. A round of applause to all of you, you hardworking people who are the breadwinners and also taking care of your families back home in Kerala, in Kannur, and rearing your families in Kuwait, in a land that you have adopted as your second home. So a big applause to all of you for your achievements, for your hard work. ഫോക്ക് പ്രസിഡന്റ് ലിജിഷ് പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് UK സ്വാഗതവും പ്രോഗ്രാം ജനറൽ കൺവീനർ സുജേഷ് PM നന്ദിയും പറഞ്ഞു. ഫോക്കിൻ്റെ പ്രവർത്തനങ്ങൾ 20 വർഷം എന്ന് പറഞ്ഞതിന് മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ഓരോ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. ഫോക്കിൻ്റെ വിവിധ സോണലുകൾ, വിവിധ യൂണിറ്റുകൾ, വിവിധ വനിതാവേദിയുടെ പ്രവർത്തകർ, അതുപോലെ ബാലവേദി. ആ ഒരു രാജ്യത്ത് ഇത്രയും പ്രതികൂലമായ സാഹചര്യങ്ങളിലും തുടക്കം മുതൽ ഇന്ന് ഈ 20ാം വാർഷികം ആഘോഷിക്കുന്ന അവസരം വരെ ഒരു സംഘടന അത് മുദ്ര പതിപ്പിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും സജീവമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതെങ്കിൽ ദൃശ്യമാധ്യമ രംഗത്തെ മികവുറ്റ സേവനങ്ങൾക്ക് ഏർപ്പെടുത്തിയ 18ാമത് ഗോൾഡൻ ഫോക്ക് അവാർഡ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരായ മാധു സജിക്ക് സമ്മാനിച്ചു. ശില്പം, പ്രശസ്തി പത്രം, 25,000 രൂപ എന്നിവയടങ്ങിയതാണ് ഗോൾഡൻ ഫോക്ക് അവാർഡ് ഫലകം കൈമാറുന്നതിനായി ഫോക്ക് സെക്രട്ടറി ഹരിപ്രസാദിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഗോൾഡൻ ഫോക്ക് അവാർഡ് സമ്മാനത്തുക കൈമാറുന്നതിനായി ഫോക്ക് ട്രഷറർ ശ്രീ സൂരജിനോട് അഭ്യർത്ഥിക്കുന്നു. ഫോക്ക് കണ്ണൂരിലുള്ള ആളുകളുടെ ഒരു വലിയ 10,000 പേർ പ്രവർത്തിക്കുന്ന ഒരു പ്രവാസി സംഘടനയാണ് എന്നതാണ് ആദ്യം ഈ സംഘടനയെക്കുറിച്ച് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും പരിമിതമായ വിവരം എന്ന് പറയുന്നത്. പിന്നീട് പല ആളുകൾ ആ ഫോക്കിൻ്റെ പരിപാടിയാണ് അല്ലേ പോകുന്നുണ്ടല്ലേ, അതായത് എനിക്ക് പരിചയമുള്ള പലയിടങ്ങളിൽ നിന്ന് ഞാൻ അറിയിക്കാതെ തന്നെ ആളുകൾ എന്നെ വിളിച്ചിട്ട് കുവൈത്തിലേക്ക് വരുന്നുണ്ടല്ലേ, ഫോക്കിൻ്റെ പരിപാടിയാണ് അല്ലേ, ശരി ഒന്നുകിൽ ഞങ്ങൾ അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ കാണാൻ സാധിക്കണം, വിളിക്കണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ സംഘടന എത്രത്തോളമാണ് ഇവിടുത്തെ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നത്, ഒരു വലിയ കൂട്ടായി നിൽക്കുന്നത് എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ പിന്നീട് കഴിഞ്ഞത്. 12ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള മെറിറ്റോറിയസ് അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു.
To extend our thanks to all of our community, especially Indians. पिछले इतने साल में एम्बसी का पूरे जो सपोर्ट जो है ആഘോഷരാവിന് മാറ്റുകൂട്ടിയ സംഗീത നിശയിൽ സയനോര ഫിലിപ്പ്, അഞ്ജു ജോസഫ്, ബൽറാം, ശ്രീനാഥ് എന്നിവർ ചേർന്നൊരുക്കിയ സംഗീത വിരുന്ന് കാണികളെ ആവേശ ഇൻഡോ അറബ് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ കുവൈറ്റ് ചാപ്റ്റർ തങ്ങളുടെ 7ാമത് വാർഷികവും പ്രവാസി എക്സലൻസ് അവാർഡ് ദാനവും സമുചിതമായി ആഘോഷിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ നിലവിളക്ക് തെളിയിച്ച് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റ് സിറ്റിയിൽ നടന്ന ചടങ്ങിൽ ബാബു ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിലവിളക്ക് തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംവിധായകൻ ബ്ലസി, കുവൈറ്റ് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഡയറക്ടറും IACCK രക്ഷാധികാരിയുമായ റിഹാബ് M ബോറിസിലി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിലെ പ്രവർത്തന മികവ് പുലർത്തിയ വ്യക്തികൾക്ക് പ്രവാസി എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ ഫലകവും സംവിധായകൻ ബ്ലസി പ്രശംസാപത്രവും കൈമാറി. അൽ ദോസ്തൂർ ലോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ തലാൽ താക്കി, ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുസോമന സുജിത് നായർ എന്നിവർ ആശംസകൾ നേർന്നു. സുഡാനീസ് അംബാസഡർ ബക്നി സൗസൻ, സ്വദേശി സാമൂഹ്യ പ്രവർത്തക ഹുവൈത അൽ ജിലാനി ഉൾപ്പെടെ വിവിധ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള അതിഥികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. പ്രോഗ്രാം കൺവീനർ ഷൈജിത് K സ്വാഗതവും IACCK ട്രഷറർ ബിജു സ്റ്റീഫൻ നന്ദിയും രേഖപ്പെടുത്തി. ഇന്ത്യൻ കൾച്ചർ ആൻഡ് ആർട്സ് സൊസൈറ്റി ഇൻഗാസ് കുവൈറ്റ് ഘടകം രൂപീകരിച്ചു. 7 കൺവീനർമാരടങ്ങുന്ന സമിതിയെ ബാബു പനമ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് തെരഞ്ഞെടുത്തത്. രാജീവ് നെടുവലിമുറി, കുര്യൻ തോമസ് പൈനമൂട്ടിൽ, ഷെറിൻ മാത്യു കൊട്ടാരം, അനൂപ് സോപൻ എന്നിവർ സംസാരിച്ചു. മാത്യു ചെന്നിത്തല സ്വാഗതവും തോമസ് പള്ളിക്കൽ നന്ദിയും രേഖപ്പെടുത്തി. വരുന്ന 3 മാസക്കാലം സമാന ചിന്താഗതിക്കാരായ ആളുകൾക്ക് അംഗത്വ വിതരണം നടത്തി സംഘടന അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തിക്കുമെന്ന് കൺവീനർമാർ അറിയിച്ചു. ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റിൻ്റെ 10ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ കുവൈറ്റിൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. റൈസിംഗ് ഭാരത് എന്ന പേരിൽ നടക്കുന്ന മഹോത്സവത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുവൈറ്റിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റ് തങ്ങളുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കുന്ന റൈസിംഗ് ഇന്ത്യ ജനുവരി 30 അഹമ്മദി DPS ഓഡിറ്റോറിയത്തിലാണ് അരങ്ങേറുന്നത്. ഭാരതത്തിലെയും കുവൈറ്റിലെയും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും. സാംസ്കാരിക സമ്മേളനം, കലാപരിപാടികളും മഹോത്സവത്തെ ശ്രദ്ധേയമാക്കുമെന്ന് പ്രസിഡന്റ് സുധീർ V മേനോൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രവാസ ലോകത്തെ പ്രതിഭകളെ ആദരിച്ചുകൊണ്ട് കുവൈറ്റിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തിത്വങ്ങൾക്ക് പ്രവാസി സമ്മാൻ 2026 പുരസ്കാരങ്ങൾ നൽകും. കൂടാതെ ഈ വർഷം മുതൽ മേഖലയിലെ സമുന്നത സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന PP മുകുന്ദൻ പുരസ്കാരവും ഭാരതീയ പ്രവാസി പരിഷത്ത് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് BJP സംസ്ഥാന സമിതി അംഗവും പ്രവാസി പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായ ഹരി ബാലരാമപുരം അറിയിച്ചു. വാർഷിക പരിപാടിയുടെ പോസ്റ്ററും കൺവീനർമാരുടെയും ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്തു. പരിപാടിക്ക് മുന്നോടിയായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരതീയ പ്രവാസി പരിഷത്തിന്റെ ജോയിന്റ് സെക്രട്ടറി രാജ് ഭണ്ഡാരി, മീഡിയ സെക്രട്ടറി സുജിത് സുരേഷൻ എന്നിവരും പങ്കെടുത്തു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിസ്മയങ്ങൾ കാണാൻ അവസരമൊരുക്കിക്കൊണ്ട് ശാസ്ത്രോത്സവത്തിന്റെ 11ാം എഡിഷൻ ഈ മാസം 28 നടക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് സൽവയിലെ റാഡിസൺ ബ്ലൂ ഹോട്ടലിലെ അൽ ഹഷ്മി ഷിപ്പ് ബോൾഡ് റൂമിൽ വെച്ചാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറത്തിന് കീഴിലുള്ള പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ് അലുമിനി കുവൈറ്റ് ചാപ്റ്ററാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുന്നത്. വിദ്യാസമ്പന്നമായ 4 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ കുവൈറ്റ് തങ്ങളുടെ റൂബി ജൂബിലി ആഘോഷിച്ചു. അൽ മൻസൂറിയ സ്റ്റേഡിയത്തിൽ നടന്ന ആഘോഷത്തിൽ
ദി ഗാർഡ് ഓഫ് ലെഗസി എന്ന മനോഹരമായ കലാവിഷ്കാരം സ്കൂളിന്റെ 4 പതിറ്റാണ്ടുകാലത്തെ പൈതൃകം വിളിച്ചോതി. എ ലെഗസി ഓഫ് ലേണിംഗ്, എ ഫ്യൂച്ചർ ഓഫ് പോസിബിലിറ്റീസ് എന്ന മനോഹരമായ തീമിൽ അൽ മൻസൂറിയ സ്റ്റേഡിയത്തിലാണ് ആഘോഷങ്ങൾ അരങ്ങേറിയത്. പരമ്പരാഗത താലപ്പൊലി ഘോഷയാത്രയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ഇന്ത്യ കുവൈറ്റ് ബന്ധങ്ങളിലെ പ്രമുഖരും സാംസ്കാരിക നേതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ MB-NK പ്രേമചന്ദ്രൻ, മന്ത്രി AK ശശീന്ദ്രൻ, ഇന്ത്യൻ അംബാസഡർ പരിമിത ത്രിപാഠി, MLA-മാരായ പ്രമോദ് നാരായണൻ, തോമസ് K തോമസ്, സംവിധായകൻ ബ്ലസി ഈപ് തോമസ് എന്നിവർ പങ്കെടുത്തവരിൽ പ്രമുഖരാണ്. സ്വാഗത പ്രസംഗത്തിൽ പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ സ്ഥാപക ചെയർമാൻ തോമസ് ചാണ്ടിയുടെ ദൂരദർശിത്വത്തെയും 40 വർഷത്തെ വളർച്ചയും സ്മരിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ പദ്ധതികളും അദ്ദേഹം വിശദീകരിച്ചു. വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ബെറ്റി ചാണ്ടി, അംബാസഡർ പരിമിത ത്രിപാഠി, MB-NK പ്രേമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. റൂബി ജൂബിലി സ്മരണിക മന്ത്രി AK ശശീന്ദ്രൻ പ്രകാശനം ചെയ്തു. 30-25 വർഷം സേവനമനുഷ്ഠിച്ച അധ്യാപകരെയും മുൻ പ്രിൻസിപ്പൽ സുശൻ റോയെയും ആദരിച്ചു. CBSE കുവൈറ്റ് ക്ലസ്റ്റർ അത്ലറ്റിക് മീറ്റിലെ കായിക മികവും വിദ്യാർത്ഥികൾ പ്രകടമാക്കി. LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾ സ്കൂളിന്റെ 40 വർഷത്തെ പൈതൃകം കലാപരമായി അവതരിപ്പിച്ച ദ ഗാർഡൻ ഓഫ് ലെഗസി എന്ന നൃത്ത നാട്യാവിഷ്കാരം വേദിക്ക് മാറ്റുകൂട്ടി. സ്കൂൾ ക്യാപ്റ്റൻ ദന്ന റേച്ചൽ സുധീറിന്റെ നന്ദി പ്രകാശത്തോടെയും സ്കൂൾ ഗാനാലാപനത്തോടെയും ചടങ്ങുകൾ സമാപിച്ചു. മലപ്പുറം ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് തങ്ങളുടെ 8ാം വാർഷികാഘോഷമായ ഫീനിക്സ് മാമാങ്കം മനോഹരമായ നൃത്ത സംഗീത നിശയോടെ ആഘോഷിച്ചു. ജനഹൃദയങ്ങളെ ആവേശത്തിലാഴ്ത്തി ഈ മെഗാ ഇവന്റ് അബ്ബാസിയ സ്കൂളിലെ ഓപ്പൺ വേദിയിലാണ് അരങ്ങേറിയത്. മലപ്പുറം ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് സംഘടിപ്പിച്ച ഫീനിക്സ് മാമാങ്കം സാംസ്കാരിക പരിപാടികളോടെ ആരംഭിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ ബിജു ഭാസ്കർ സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ച യോഗം ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർപേഴ്സൺ നസീറ മുഹമ്മദ് റബി ഉദ്ഘാടനം ചെയ്തു. ഫീനിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സുനിൽ പാറകപ്പാടത്ത്, അൽ നാസർ ഗ്രൂപ്പ് CEO യൂസഫ് ഫൈസൽ അൽ റഷീദ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ പുറക്കയിൽ സംഘടനയുടെ പ്രവർത്തന രീതികൾ വിശദീകരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ വിദ്യാഭ്യാസ രംഗത്തും സംഗീതത്തിലുമുള്ള പ്രാവീണ്യത്തിനും കുട്ടികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. മലപ്പുറം ജില്ലയ്ക്കായുള്ള സംഘടനയുടെ സഹായ പദ്ധതിയായ പ്രതീക്ഷ സഹായനിധിയിലേക്ക് യുവ സംരംഭകനായ യൂനിസ് അബ്ദുൾ റസാഖ് ആദ്യ സംഭാവന നൽകി പദ്ധതിയുടെ ഉദ്ഘാടനം ചടങ്ങിൽ നിർവഹിച്ചു. ട്രഷറർ പ്രജിത് മേനോൻ നന്ദി പ്രകാശനത്തോടെ സാംസ്കാരിക സമ്മേളനം അവസാനിച്ചു. തുടർന്ന് അരങ്ങേറിയ മെഗാ മ്യൂസിക്കൽ ഷോ കാണികളെ ആഘോഷോന്മാദത്തിലാക്കി. കുവൈറ്റിലെ കലാപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് സ്പേസ് കുവൈറ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒരുക്കിയ പ്രത്യേക ചാർക്കോൾ ആർട്ട് വർക്ക്ഷോപ്പ് ശ്രദ്ധേയമായി. അബ്ബാസിയിൽ നടന്ന പരിശീലന ശിബിരം കലാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്ന അനുഭവമായി. കുവൈറ്റിലെ കലാസംഘടനയായ ഇനാസ്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേക ചാർക്കോൾ ആർട്ട് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. ആർട്ടിസ്റ്റ് അവിനേഷ് ആയിരുന്നു വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകിയത്. സ്കെച്ച്, ഷെയ്ഡിംഗ്, ടോണിംഗ്, കോമ്പോസിഷൻ തുടങ്ങി ചാർക്കോൾ ഡ്രോയിങ്ങിന്റെ പ്രധാന സാങ്കേതികതകൾ പരിശീലന ശിബിരത്തിൽ പരിചയപ്പെടുത്തി. ചിത്രകലയിൽ താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും ചാർക്കോൾ മീഡിയത്തിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് അവസരമൊരുക്കാനും ഈ വർക്ക്ഷോപ്പിലൂടെ സാധിച്ചു. ഇനാസ്ക് പ്രസിഡന്റ് ആർട്ടിസ്റ്റ് സുനിൽ കുളനട അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് സെക്രട്ടറി ശ്രീകുമാർ വല്ലന സ്വാഗതവും ട്രഷറർ ശിവകുമാർ തിരുവല്ല നന്ദിയും രേഖപ്പെടുത്തി. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹരി ചെങ്ങന്നൂർ, സുനിൽ പൂക്കോട്, ജസ്നി ഷമീർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കലാപഠനത്തിൽ പുതിയ ചുവടുവയ്പ്പുകൾക്ക് അവസരമൊരുക്കിയ ഈ വർക്ക്ഷോപ്പ് കുവൈറ്റിലെ കലാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്ന അനുഭവമായി. കലാസ്നേഹികൾക്കായി കൂടുതൽ സൃഷ്ടിപരമായ പരിപാടികളും പരിശീലനങ്ങളും തുടർന്നും സംഘടിപ്പിക്കുമെന്ന് ഇനാസ്ക് പ്രതിനിധികൾ അറിയിച്ചു. കുവൈറ്റിലെ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഈ വർഷത്തെ വിളവെടുപ്പ് ഉത്സവം വിപുലമായ ആഘോഷങ്ങളോടെ സമാപിച്ചു. ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഹരിത് കേതൻ ഷേലാദ് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി റവറൻഡ് ഫാദർ സാമുവൽ CP അധ്യക്ഷത വഹിച്ച യോഗം ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഹരിത് കേതൻ ഷേലാദ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന്റെ സുവനീറിന്റെ പ്രകാശനവും നിർവഹിച്ചു. ഇടവക സെക്രട്ടറി റോയി കുര്യാക്കോസ് വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്തു. നിരവധി പള്ളി വികാരിമാർ, KECF പ്രസിഡന്റ് റവറൻഡ് ഫാദർ ബിനു എബ്രഹാം, NECK കോമൺ കൗൺസിൽ മെമ്പർ സാജു വഴയിൽ തോമസ് ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അർപ്പിച്ചു. അൽമുള്ള എക്സ്ചേഞ്ച് ജനറൽ മാനേജർ ഫിലിപ്പ് കോശി, ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് പ്രതിനിധി അസീം സെയ്ദ് സുലൈമാൻ തുടങ്ങി വിവിധ ബിസിനസ് രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ട്രഷറർ ബിജു തോമസ് നന്ദി പ്രകാശിപ്പിച്ചു. ഇടവകയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചാരിറ്റി പ്രോജക്ടിന്റെ പോസ്റ്റർ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഇടവക കുട്ടികളും അവതരിപ്പിച്ച വർണ്ണാഭമായ കലാപരിപാടികളും വിളവെടുപ്പ് ഉത്സവത്തിന്റെ മാറ്റുകൂട്ടി. വിശ്വാസ സമൂഹത്തിന് ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം നൽകിയ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയുടെ വിളവെടുപ്പ് ഉത്സവം പ്രവാസ ജീവിതത്തിലെ നല്ല ഓർമ്മകളായി.
തൃശൂർ അസോസിയേഷൻ കുവൈറ്റിന്റെ 19ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപാഠി മുഖ്യാതിഥിയാകുന്ന ആഘോഷ പരിപാടി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഹമ്മദിയിലെ ഡൽഹി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപാഠി മുഖ്യാതിഥിയാകുന്ന പരിപാടിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡുകൾ നൽകി ആദരിക്കുമെന്ന് പ്രസിഡന്റ് സ്റ്റീഫൻ ദേവസി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനറൽ സെക്രട്ടറി ഷൈനി ഫ്രാങ്ക്, ട്രഷറർ സെബാസ്റ്റ്യൻ വാതുക്കാടൻ, വനിതാവേദി കൺവീനർ പ്രതിഭ ഷിബു ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ സംസാരിച്ചു. ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണം ഐഡിയ സ്റ്റാർ സിംഗർ ഓർക്കസ്ട്ര നയിക്കുന്ന ഗാനവിരുന്നാണ്. പ്രശസ്ത പിന്നണി ഗായകരായ ശ്രീരാഗ് ഭരതൻ, നന്ദ ജയദേവ്, വർഷ എസ് കൃഷ്ണൻ, വിഷ്ണുവർദ്ധൻ എന്നിവർക്കൊപ്പം അനൂപ് കോവളം ഈ സംഗീതരാവിന് നേതൃത്വം നൽകും. അസോസിയേഷന്റെ സാമൂഹിക ക്ഷേമ പദ്ധതികളായ വിദ്യാജ്യോതി, വിദ്യാധനം, ചികിത്സാ സഹായങ്ങൾ, ഭവന പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മഹോത്സവത്തിൽ നിന്നുള്ള സാമ്പത്തിക ലാഭം ഉപയോഗിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ഗൾഫ് ഇന്ത്യൻ സോഷ്യൽ സർവീസ് സംഘടനയുടെ 7ാമത് വാർഷികാഘോഷം അബ്ബാസിയിൽ വർണ്ണാഭമായി ആഘോഷിച്ചു. നാടിൻ്റെയും പ്രവാസ ലോകത്തിൻ്റെയും ഐക്യം വിളിച്ചോതിക്കൊണ്ട് നടന്ന ഈ ആഘോഷ പരിപാടികൾ അംഗങ്ങൾക്ക് പുതിയ ഉണർവേകി. അശോകൻ തിരുവനന്തപുരം അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് സംഘടനയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ചെയർമാൻ ഹമീദ് പലേരി വിശദീകരണം നൽകി. മുഖ്യാതിഥിയായെത്തിയ പ്രശസ്ത വ്യക്തിത്വം ഡോക്ടർ സുസവന സുജിത് നായർ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക കേരള സഭാ പ്രതിനിധി ബാബു ഫ്രാൻസിസ് അടക്കമുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. ട്രഷറർ ലത നന്ദി രേഖപ്പെടുത്തി. ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമായി ഓണസദ്യ ഒരുക്കിയിരുന്നു. കൂടാതെ സംഘടനാ ഭാരവാഹികളും അംഗങ്ങളും അവതരിപ്പിച്ച വിവിധയിനം കലാപരിപാടികൾ വേദിക്ക് മിഴിവേകി. ആവേശം നിറഞ്ഞ വടംവലി മത്സരവും ഈ പ്രോഗ്രാമിന്റെ മാറ്റുകൂട്ടി. മത്സര വിജയികൾക്ക് സമ്മാനദാനവും നൽകി. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ കുവൈറ്റ് അമ്മൻ ബ്രാഞ്ച് ആർട്ട് ഫെസ്റ്റ് ഓറ അവാർഡ് സെറമണി സംഘടിപ്പിച്ചു. സ്കൂളിന്റെ രജത ജൂബിലിയോടുകൂടി സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്ത്യൻ ബിസിനസ് ഫോറം സെക്രട്ടറി കെ പി സുരേഷ് മുഖ്യാതിഥിയായി എത്തി. പ്രിൻസിപ്പൽ രാജേഷ് നായർ അതിഥികളെയും ബോർഡ് മെമ്പേഴ്സ്, ചെയർമാൻ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, രക്ഷകർത്താക്കൾ എന്നിവരെ സ്വാഗതം ചെയ്യുകയും സമ്മാനാർഹരായ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയും ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മേരി ഐസക് യോഗത്തിൽ നന്ദി അറിയിച്ചു. കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് കലാതിലകം, കലാപ്രതിഭാ പട്ടവും വിജയികൾക്ക് ട്രോഫിയും സമ്മാനിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. Hello viewers, welcome to KQ Matters 2024 organized by Pavan's Indian Educational School Kuwait. Today in this quizzing compact we have the category of grade 9s to 12. Once again welcome to KQ Matters 2024 where knowledge reigns supreme. So who are going to be the winners? We have a tie. We have to break the tie. First we will have a set of 5 questions asked to both team A and B to break the tie. Question number 1. In the movie Gravity, the characters experience the effect of dash. Yeah, time is up. I think both of you have answered, both the teams have answered. Now we go to the second question. In the popular film Gattaca, 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 the characters genetically screened at birth to determine their susceptibility to diseases and what careers they would be suited to. What does the film's title, based on the letters G, A, T and C, stand for? Time up. Now we go to question number 3. What is the sacred tree in Avatar movie called? In the movie Avatar, there is a sacred tree, T-R-E-E, tree. What is it called? Time up. We go to question number 4. In the movie Interstellar, the characters travel through a hypothetical tunnel-like structure called dash. Time up. We go to the last question of the round. The world's first integrated machine for manufacturing blood collection tubes, Husky Icor, has been set up in which state of India? Name the state of India. Right. All 5 questions are over.
Now we will check the answers written by both the teams, Team A and Team B. The answer of the first question. In the movie Gravity, the character experienced the effect of microgravity. Was this your answer? Okay. Question number 2. The popular film Gattaca, the characters and the letters G, A, T and C stand for. The correct answer is, have you got the correct answer? Guanine, adenine, thymine, cytosine. Right? Yeah, these were the words. Question number 3. What is the sacred tree in the movie Avatar? What is it called? What is the name of the tree? The Tree of Souls. Has anybody got the correct answer? We'll check. Okay, no problem. No worries. Question number 4. The correct answer. The question based on the movie Interstellar. The characters travel through a hypothetical tunnel-like structure called wormhole. Correct. Correct. Both of you answered correctly? Both the teams? Then how the tie was broken, I don't know. We'll check. Okay. Last question, 5th question. The world's first integrated machine for manufacturing blood collection tubes, Husky iCore, has been set up in which state? It was set up in the state of Kerala, India. You got the right answer? Okay, we'll check. Now the results are ready. All the 5 rounds are over. The tie has been broken. Now we have the final result. Who are the winners? The second position goes to Team B with 60 points. Well done, Team B. Congratulations. The first position has been secured by Team A with 80 points. Well done, Team A. Congratulations. You are the champion of this Quizzing Combat KQ Matters 2024, where knowledge reigns supreme, where knowledge quotient matters. Thank you. കുവൈറ്റ് ജനത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.